തെസലോനിക്ക സഭയെ നമുക്ക് നോക്കാം. അവിടെയുള്ള വിശ്വാസികൾ യാഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ല മാതൃകയുള്ള ക്രിസ്ത്യാനികളായിരുന്നു. പൗലോസും ശീലാസും തിമോത്തിയോസും തെസലോനിക്കയിൽ എത്തി. പൗലോസ് 3 ശബത്തുകളിൽ തിരുവെഴുത്തുകളിൽ നിന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പ്രസംഗിച്ചു. ചിലർ അത് വിശ്വസിച്ചു, എന്നാൽ ചിലർ അസൂയപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടും അവിടെ ഒരു സഭ ഉത്ഭവിച്ചു. 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് എഴുതുന്നത്: ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റിമെമ്പറിംഗ് വിത്തൗട്ട് സീസിംഗ് യുവർ വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. 3 കാര്യങ്ങളാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും, 3-ാമത്തത് പ്രത്യാശയുടെ സ്ഥിരതയും. 3 കാര്യങ്ങളാണ്. ആദ്യമായി ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം നോക്കാം നമുക്ക്. വിശ്വാസത്തിന്റെ വേല, ഇംഗ്ലീഷിൽ പറഞ്ഞ വർക്ക് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ വേല എന്താണ്? വിശ്വാസത്തിന്റെ വേല എന്താണ്? ഈ വർക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വേല എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നു എന്നതാണ്. പ്രവൃത്തികൾ കൊണ്ടല്ല കേട്ടോ നമുക്ക് രക്ഷ ലഭിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ വിശ്വാസം നല്ല പ്രവൃത്തികളിലേക്ക് നയിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് നമുക്കൊന്ന് നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ എംപ്ലോയർ ആയിട്ട് നമുക്ക് കണക്കിടാം. ഫെയ്ത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ എംപ്ലോയർ ആണ് ഈ ഫെയ്ത്ത്, വിശ്വാസം. എന്താണ് നമ്മുടെ എംപ്ലോയറുമായിട്ടുള്ള കണക്ഷൻ? എംപ്ലോയർ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തരികയാണ്. ഈ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ അതുപോലെ ചെയ്യണം. 1. 2, ഈ എംപ്ലോയർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജോലി പോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം നമ്മുടെ എംപ്ലോയർ ആണ്. നമുക്ക് ചില ദൗത്യങ്ങൾ ഈ വിശ്വാസത്തിൽ കൂടെ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മൾ തോന്നുന്നത് ചെയ്യുന്നതല്ല. നമ്മുടെ പ്രവൃത്തി നമ്മൾ തോന്നുന്നത് ചെയ്യുന്നതല്ല. നമ്മുടെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ചെയ്യുവാനാണ്. ആ എംപ്ലോയറിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മളെ നിയമിച്ചതും നമ്മളെ നിയോഗിച്ച ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ എംപ്ലോയർ ഈ ഫെയ്ത്ത് പരിശുദ്ധാത്മാവിൽ കൂടെ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഈ കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നത്: അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. യാഥാർത്ഥ വിശ്വാസം ഉള്ളിൽ മാത്രം ഒളിച്ചിരിക്കില്ല, അത് ജീവിതത്തിൽ കാണപ്പെടും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വിശ്വാസം, നമ്മുടെ യാഥാർത്ഥ വിശ്വാസം അതാണ്. അപ്പോൾ പൗലോസ് ഇവിടെ വിശ്വാസത്തിന്റെ വേല എന്ന് പറയുമ്പോൾ എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. 1-ാമത്തെ ഭാഗം പൗലോസ് പറയുന്നത് മറ്റുള്ളവർ പിന്തുടരാവുന്ന ഒരു മാതൃകയാകണം, അല്ലെങ്കിൽ സെറ്റ് എൻ എക്സാമ്പിൾ ഫോർ അതേഴ്സ് ടു ഫോളോ. മറ്റുള്ളവർ നമ്മളെ കണ്ട് ക്രിസ്തുവിനെ നോക്കി അനുഗമിക്കണം. ഞാൻ പോകുന്ന പാതയിൽ എൻ്റെ വിശ്വാസത്തെ പിന്തുടരുക. ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെ കണ്ട് നിങ്ങളും യേശുവിനെ സ്നേഹിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ തെസലോനിക്കർ വചനം സ്വീകരിച്ചു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കഷ്ടതയിലും ക്രിസ്തുവിനെ അവർ അനുകരിച്ചു, അവർ ഫോളോ ചെയ്തു. മറ്റുള്ള വിശ്വാസികൾക്ക് ഒരു മാതൃകയായി ഇവിടെ അവരുടെ പ്രവർത്തികൾ അവരുടെ വിശ്വാസം തെളിയിക്കുകയാണ്. ഇവിടെ 5-ാമത്തെ വാക്യം നോക്കി: ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഫോർ അവർ ഗോസ്പൽ ഡിഡ് നോട്ട് കം ടു യു ഇൻ വേർഡ് ഓൺലി. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്.
നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറുമായിരുന്നു എന്ന് അറിയുന്നുവല്ലോ. For our gospel did not come to you in word only, but also in power and in the Holy Spirit and in much assurance, as you know what kind of men we were among you for your sake. ഈ സഭ ഒരു ബ്യൂട്ടിഫുൾ സഭയായിരുന്നു കേട്ടോ. തെസലോനിക്കയിലെ വിശ്വാസികൾ മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി. ഈ മാതൃക എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു വാക്കാ കേട്ടോ. മാതാപിതാക്കൾ മക്കൾക്കൊരു മാതൃകയാകണം. നമ്മളൊരു എംപ്ലോയർ ആണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനൊരു മാതൃകയായിരിക്കണം. നമ്മുടെ പങ്കാളികൾക്കൊരു മാതൃകയായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കണം. കുറച്ച് ദിവസം മുമ്പ് ഒരു ഫാമിലിയെ കണ്ടു, ഒരു കപ്പിളിനെ കണ്ടു. അവരുടെ മകൻ ഇപ്പോൾ വീടൊക്കെ വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കുറെ നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി അവര് തന്നെ പള്ളി ശരിക്ക് പോകുന്നില്ല, അവര് തന്നെ വേദപുസ്തകം വായിക്കുന്നില്ല, ബിസിയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഞാൻ ചോദിച്ചു, നിന്റെ മോനെ എങ്ങനെ ക്രിസ്തുവിനെ നീ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും? മാതൃക കുറഞ്ഞു പോകുന്ന കാലം. എത്ര വ്യക്തികളായി എന്നോട് പറയുന്നതെന്നറിയാമോ? എന്നെ ബാബു എന്നാ വിളിക്കുന്നത്. ബാബു, നീ ഈ പറയുന്ന പെന്റിക്കോസ്ത് ഞാൻ എങ്ങനെ സ്വീകരിക്കും ബാബു? ഞാൻ ചോദിച്ചു, എങ്ങനെ, എന്താ കാര്യം? അയ്യോ ബാബു, ഞാൻ എത്ര പെന്റിക്കോസ്തുകാരെ കണ്ടിട്ടുണ്ട്. ഇവർ ഈ സ്തോത്രം ഹല്ലേലൂയ പറയുന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. സഹോദര സ്നേഹമില്ല. കുറ്റം പറച്ചിൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങളാവര്. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നതിന് ഒരിക്കലും കുറയുന്നില്ല അവര്. പിന്നെങ്ങനെ ഞാൻ അവരുടെ സഭയിൽ ചേരും? എങ്ങനെ ഈ പെന്റിക്കോസ്തിന്റെ അനുഭവത്തിൽ ഞാൻ പോകും? ഒരു മാതൃകയില്ലാത്ത പെന്റിക്കോസ്തുകൾ എത്ര പേരുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ. സ്തോത്രവും ഹല്ലേലൂയയും അന്യഭാഷയും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അന്യഭാഷ പറഞ്ഞതുകൊണ്ട് പെന്റിക്കോസ്റ്റ് ആകുന്നില്ല. അന്യഭാഷ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. പ്രാർത്ഥിക്കുന്നത് എന്തിന്? നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം കൊണ്ടുവരുവാൻ വേണ്ടി, നമ്മൾ ഒരു മാതൃകയായി ജീവിക്കുവാൻ വേണ്ടി. അപവാദം പറയുമ്പം ഉടനെ അന്യഭാഷ പറഞ്ഞു തുടങ്ങ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഉടനെ ആ കുറ്റം നിർത്തിയിട്ട് ഒന്ന് നല്ല കാര്യം പറഞ്ഞു നോക്ക്. മറ്റുള്ളവരുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. പ്രവചനത്തിൽ കൂടെ തന്നെ വല്ലാത്ത പ്രവചനങ്ങളും പറഞ്ഞ് കുടുംബങ്ങൾ വളരെയധികം നശിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ്. ഈ തെസലോനിക്ക സഭ ഒരു മാതൃകയായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നോട് തന്നെ, നിങ്ങളോട് തന്നെ ചോദിക്കുന്ന, ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ചോദിക്കുന്നത്, നിങ്ങളൊരു മാതൃകയാണോ? നമുക്കും അത് ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തിന്റെ കുറവാണ്? വേദപുസ്തകമുണ്ട്, പാട്ടുകളുണ്ട്, യൂട്യൂബിൽ പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ കേൾക്കുവാൻ സാധിക്കും, പ്രാർത്ഥിക്കുവാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ വരെ അന്യഭാഷ പറയുവാൻ സാധിക്കും, ഏത് സമയത്തും എന്ത് ചെയ്യുവാനുമായിട്ടുള്ളതായ ഫ്രീഡം ഉണ്ട്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലും ഈ കാനഡയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. അവര് സുവിശേഷം പറഞ്ഞാൽ ആരും അവരെ അടിക്കുന്നില്ല. എങ്കിലും എന്തുകൊണ്ട് നമ്മൾക്കത് ചെയ്യുവാൻ സാധിക്കുന്നല്ല? ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാര് അന്നൊക്കെ വിശ്വാസത്തിൽ വളർന്ന് ഈ തെസലോനിക്ക സഭ പോലെ തന്നെ വളരെ അധികം മുന്നോട്ട് പോയി, വളരെ അധികം വിശ്വാസത്താൽ വളർന്നു. അവരോട് പ്രസംഗിക്കണ്ട എന്ന് പറയുമ്പോഴും അവർ പറയുന്നത്, എങ്ങനെ ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കുവാൻ സാധിക്കും? എൻ്റെ ദൈവം വിളിച്ചത് പ്രസംഗിക്കുവാനാണെങ്കിൽ ഞാൻ 100% പ്രസംഗിക്കും. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ അടികൊള്ളുവാൻ വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതം വരെയും യേശുവിന് വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ പാടും കേട്ടോ എപ്പോഴും, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആ താഴത്തെ ഭാഗം ആരും ചിന്തിക്കുന്നില്ല കേട്ടോ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ
അമിത ബലം തരണേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നമ്മൾക്ക് വേണം. ഇന്ന് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്തായിരുന്നു? അവർ എന്ത് ചെയ്യുവാനും തീരുമാനിച്ചു. ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായിരുന്നു. അവര് ഡ്യുവൽ ലൈഫ് അല്ലായിരുന്നു. ഈ പള്ളി പോയി വെറും ആരാധിക്കുന്ന വ്യക്തികളല്ലായിരുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. 100% അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മാതൃകയായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും, ഹല്ലേലൂയ, മനുഷ്യർക്ക് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യുവാനും, അവർ ഞങ്ങളുടെ ജീവിതം കണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ നമ്മൾ നോക്കുന്നത്, for a gospel did not come to you in word only. വെറും പ്രസംഗത്തിലല്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇവിടെ വരുന്നത്, we are not coming with persuasive words. ഞങ്ങളുടെ ശബ്ദം നല്ലതാ, ഞങ്ങളുടെ എലോക്വൻസ് നല്ലതാ, ഞങ്ങൾ നല്ലപോലെ പ്രസംഗിക്കുമെന്നും പറഞ്ഞല്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെയല്ല കാണേണ്ടത്, ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിനെ അനുഗമിക്കണം. അതേ ഒരു ഉദ്ദേശമുള്ളൂ എനിക്ക് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് വചനം പ്രസംഗിച്ചു. അവർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഒന്ന് ചിന്തിക്ക്, സന്തോഷത്തോടെ. ആരും അടിച്ചും തൊഴിച്ചും അല്ല സുവിശേഷം സംസാരിക്കുന്നത്. ആരും അടിച്ചും തൊഴിച്ചും അല്ല സ്നാനം കൊടുക്കേണ്ടത്. അവർ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഞാൻ 13 വർഷം കഴിഞ്ഞാൽ സ്നാനം എടുത്തത് കേട്ടോ. ക്രിസ്തുവിലായത് 89 പക്ഷെ സ്നാനം എടുത്തത് 2002. അതുവരെ ഞാൻ 13 വർഷം വേദപുസ്തകം വായിച്ചു, പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിനെക്കുറിച്ച് നല്ലതാണോ ശരിയാണോ എന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് സ്നാനമെടുത്തത്. ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ക്രിസ്തുവിലായത്. ആ സന്തോഷത്തോടെ സ്വീകരിച്ചത് കൊണ്ട് ഇന്നും ആരും എനിക്കൊന്നും തന്നില്ലേലും എനിക്കൊരു സന്തോഷമുണ്ട്. 6-ാമത്തെ വാക്യം പറയുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ഹല്ലേലൂയ, സഹിക്കേണ്ടി വന്നിട്ടും എന്നിട്ട് ചെയ്ത് നിങ്ങൾ ഓടിപ്പോയോ എന്നാ ചോദിക്കേണ്ടത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. You have become a follower, a disciple. അങ്ങനെ നിങ്ങൾ മക്കെദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവർ കേട്ടു, നമ്മളും കേൾക്കുന്നു. നല്ല കാര്യം. 2-ാമത്തെ കാര്യം, അവർ അനുകരിച്ചു. അത് സംഭവിക്കുന്നുണ്ടോ? എത്രമാത്രം സംഭവിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ഈ കേൾക്കുന്ന വചനം നിങ്ങൾ ഒരു നിമിഷം ഇരുന്നൊന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് അനുകരിക്കേണ്ട സ്ഥാനങ്ങളിൽ ഭാഗങ്ങളിൽ നിങ്ങളൊന്ന് അനുകരിക്കണം. 3-ാമത്തെ ഭാഗം, അവർ കേട്ടു, അനുകരിച്ചു, നല്ലതാ. പക്ഷേ 3-ാമത്തെ ഭാഗം അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്, പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്തു. പള്ളി പ്രസംഗം കേൾക്കാൻ വളരെ ഈസിയാ. നമ്മൾ എല്ലാ ക്രിസ്മസിനും ഞാൻ പണ്ടൊക്കെ പാടിയിട്ടുണ്ട്, ഗോ tell it on the mountain, over the hills and everywhere, go tell it on the mountains. പക്ഷെ നമ്മൾ എവിടെ മൗണ്ടനിൽ പോകുന്നത്? പർവ്വതമൊക്കെ കയറാൻ ഇത്ര കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് ഒരു 10-60 വയസ്സൊക്കെ കഴിയുമ്പോൾ എന്താ പ്രയാസമാണ് കേട്ടോ. വലിയ പ്രയാസമുള്ള കാര്യമാണ്. പർവ്വതത്തിലൊന്നും പോകണ്ട, അപ്പുറത്തെ വീട്ടിലൊന്ന് ബെല്ലടിച്ചൊന്ന് ചോദിക്കാവോ നിങ്ങൾക്ക് യേശുവിനെ അറിയാമോന്ന്. മൗണ്ടനിലൊക്കെ അങ്ങോട്ട് പോകും. ചിലവർ പറയും ഞങ്ങൾ ടൊറോണ്ടോ സ്ട്രീറ്റിൽ പോയി സംസാരിക്കും. അത് നടന്നില്ലേലും അപ്പുറത്തെ വീട്ടിൽ താഴെ ആരെങ്കിലും, ഞാൻ ബിൽഡിങ്ങിന്റെ ലോബി കാണുമ്പം എവിടെയെങ്കിലും മെക്ഡോണൾഡ്സിൽ പോവുകയാണെങ്കിൽ, ടിം ഹോട്ടൻസിൽ പോവുകയാണെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അവർക്ക് യേശുവിനെ അറിയാമോ, എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹത്തോടാണ് ഇത് ചെയ്യുന്നത്.
അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അവർ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, പ്രാക്ടിക്കലായിട്ട് അത് they did that. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവർക്ക് മാതൃകയായത്. നമുക്കും ദൈവഭക്തരായ ആളുകളെ കണ്ടുപിടിക്കണം. അത് പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. അവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥന, അവരുടെ സഹനശക്തി, ദൈവത്തിലുള്ള ആശ്രയം, ഇതെല്ലാം കണ്ട് നമ്മൾ അത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ മസ്കറ്റിലായിരുന്നപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, ബ്രദറെ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒന്ന് വന്ന് പ്രസംഗിക്കാമോ? ഈ വ്യക്തി എന്നെ ബോംബെ തൊട്ട് അറിയുന്ന വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ അന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് അസൈൻമെന്റ് ആണ്. നീ ഇല്ലെങ്കിലും ഞാൻ ഈ ഗ്രൂപ്പിലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിൽ പോയി, ഞാൻ ആ കൂട്ടായ്മയിൽ പോയി പ്രസംഗിച്ചു. ഈ കൂട്ടായ്മ ഒരു നിസ്വ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഏകദേശം 170 കിലോമീറ്ററാണ് ഞങ്ങളുടെ അവിടുന്ന് മസ്കറ്റിൽ നിന്ന് യാത്ര ചെയ്യണമെങ്കിൽ. ഞാൻ അവിടെ പോയി. ഇതൊരു മാർത്തോമ സഭ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ സഭയിൽ CSI വരും, യാക്കോബക്കാർ വരും, ഓർത്തഡോക്സ് സഭക്കാർ വരും, കത്തോലിക്കർ വരും. ഇവിടെ പെന്തിക്കോസ്തുകാർ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് പോയി എൻ്റെ പരിമിതമായ ലാംഗ്വേജ് സ്കില്ലിൽ ഞാൻ അവിടെ പോയി മലയാളത്തിൽ പ്രസംഗിച്ചു. ചുരുക്കം പറഞ്ഞ 10 വർഷത്തോളം ഞാൻ ഈ ഗ്രൂപ്പിലെ മിക്കവാറും പോയി പ്രസംഗിക്കുമായിരുന്നു. ഏകദേശം 170 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കും, അവരോട് സംസാരിക്കും. ഒരു 2 മണി 2:30 കഴിഞ്ഞ രാവിലെ അവിടുന്ന് ഇറങ്ങുന്നത് മിക്കവാറും. അങ്ങനെ ഞാൻ അവിടെ പോയി ഓരോ വ്യക്തികളോട് സംസാരിക്കും. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ബ്രദർ സ്നാനം എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു 100%. എന്തിനാ ബ്രദറെ നീ സ്നാനം എടുത്തത്? ഞാൻ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു. പക്ഷെ ചുരുക്കം പറഞ്ഞാൽ ഒരു വ്യക്തി പോലും വിടാതെ എല്ലാവരും ആ സഭയിൽ സ്നാനമെടുത്തു. അങ്ങനെ ആ സഭ വളർന്നു. 10 വർഷത്തോളം ഞാൻ അവിടെ പോയി. അവർ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഈ പെട്രോളിന്റെ കാശ് വരെയും അറ്റ്ലീസ്റ്റ് ഒന്ന് എടുക്ക. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാം? എങ്ങനെയാണ് ഈ പറയുന്ന സഭ എങ്ങനെ മാറി? അവർ നോക്കിയപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട കാണുമെന്ന്. പക്ഷെ അവർ എന്നെ ആഴ്ചതോറും കാണുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ബ്രദറിന് ഒറ്റ കാര്യമുള്ളൂ മനസ്സിൽ, ഇവരെല്ലാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ സഭ വളർന്നതിന്റെ കാരണം ഇതായിരുന്നു. അവർ ജീവിതം കണ്ട് മാറ്റപ്പെട്ടു. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ആൻഡ് യു ബിക്കേം ഫോളോവേഴ്സ് ഓഫ് us. അങ്ങനെ നിങ്ങൾ മെക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവർ പൗലോസിന്റെ പ്രസംഗം കേട്ടു, പൗലോസിന്റെ ജീവിതം കണ്ട് അവർക്ക് മാറ്റം വന്നു. അവർക്ക് മാറ്റം വന്ന ആ ജീവിതം കണ്ട് മറ്റുള്ളവർ അത് കണ്ട് ദൈവത്തെ അറിഞ്ഞു. വാക്കുകളെക്കാളും പ്രവർത്തികൾ ശക്തമായി സംസാരിക്കുകയാണ് ഇവിടെ. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. 8ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത്. ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക വാക്ക് മുഴങ്ങിച്ചെന്നത് മെക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒത്തിരി പറയേണ്ട കാര്യമില്ല. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. അവർ ദൈവവചനം കേട്ടിട്ട് അവിടെ നിർത്തിയില്ല, അത് അവരുടെ ജീവിതത്തിൽ കാണപ്പെട്ടു. അതുകൊണ്ട് അവർ പോയിടത്തെല്ലാം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു. നമുക്കും അങ്ങനെ ആകണം. കർത്താവിനെ അറിയുന്നതിലുള്ള നമ്മുടെ സന്തോഷവും വിശ്വാസവും മറ്റുള്ളവരുമായി പങ്കുവെക്കണം. തെസലോനിക്കയിലെ വിശ്വാസികൾ ഒരു ആംപ്ലിഫയറായി, ഒന്ന് ചിന്തിക്ക്, ആംപ്ലിഫയറായി മാറി. അവരൊരു ആംപ്ലിഫയർ പോലെയായിരുന്നു. അവർ സുവിശേഷം സ്വീകരിച്ചു, പിന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു.
അന്നൊരു യൂട്യൂബും ഇല്ലായിരുന്നു. എൻ്റെ ഒത്തിരി പ്രസംഗങ്ങളുണ്ട് യൂട്യൂബിൽ. ഞാൻ ആ പ്രസംഗം അയച്ചിട്ടല്ല ഈ തെസലോനിക്കർ എല്ലാം വിശ്വാസികളായത് കേട്ടോ. ഈ പ്രെയർ ലൈൻ ഉള്ളത് കൊണ്ടല്ല ഈ തെസലോനിക്കർ വിശ്വാസികളായത്. നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലോട്ട് എത്തുമ്പോഴാണ് ഹല്ലേലൂയ ഒരു ഭയങ്കരമായ ഒരു മാറ്റം, ഒരു ഡ്രമാറ്റിക് ചേഞ്ച് നമുക്ക് ഈ സ്ഥലത്ത് കാണുവാൻ സാധിക്കും. ഒരു ഡ്രമാറ്റിക് ചേഞ്ച്. ഇതുവരെയും നമ്മൾ കാണുന്നത് അവർ മാതൃകയായതിനെ കുറിച്ചാണ്. പക്ഷെ ഇനിയും അടുത്ത ഭാഗം നോക്കുമ്പോൾ 9-ാമത്തെ വാക്യം ഒരു പവർഫുൾ ആണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. ഇനി അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. ഒരു ഐഡൽ വർഷിപ്പ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വ്യക്തികൾ, അതിൽ നിന്ന് വിഗ്രഹത്തിൽ നിന്ന് അവർ മാറി ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് ആണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ പാസ്റ്റർ മുമ്പില് 2 പാസ്റ്ററിനെയും കൂടെ വിളിച്ചു. എന്നിട്ട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചു. ഞങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കോമൺ കാര്യം? ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചു, എന്തുവാ ഈ പാസ്റ്റർ ചോദിക്കുന്നത്? എന്തുവാ കോമൺ കാര്യം? 3 പാസ്റ്റേഴ്സാ, 3 ക്രിസ്ത്യാനികളല്ലേ, എന്താ വ്യത്യാസം? പിന്നെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 3 പേരും ഹിന്ദുക്കളായിരുന്നു. ഞങ്ങൾ 3 പേരും ഹിന്ദുക്കളായിരുന്നു. ഞങ്ങൾ 3 പേരും വിഗ്രഹങ്ങളെ ത്യജിച്ചവരാണ്. ഞങ്ങളെല്ലാം വീട് വിട്ട് ഇറങ്ങിയ വ്യക്തികളാ. അതിലൊരു പാസ്റ്റർ ചെറുപ്പകാലത്ത് ഒരു പൂജാരി കുടുംബത്തിലായിരുന്ന ഈ പാസ്റ്റർ അന്ന് ചോദിച്ചു, എങ്ങനെ ഞാൻ ദൈവത്തെ അറിയും? പൂജാരികളോടെല്ലാം ചോദിച്ചു. ആർക്കും അത് പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഈ വ്യക്തി സത്യദൈവത്തെ തെരഞ്ഞ് വീട് വിട്ട് ഇറങ്ങി. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടെത്തി ഒരു ദൈവദാസനായി. അദ്ദേഹം ഇന്ന് ബോംബെയിലെ ഒരു വലിയ ഒരു പള്ളി, ഒരു നല്ല ഒരു പേരുള്ള ഒരു പാസ്റ്ററാണ് ബോംബെയിൽ. മറ്റേ വ്യക്തിയും ഹിന്ദുവായിരുന്നു, ദൈവത്തെ അറിഞ്ഞു. ഇന്ന് 1 തരം ഗോസ്പൽ സോങ്സ് പാടുന്ന വ്യക്തിയാണ്. 3-ാമത്തെ വ്യക്തിയും ബഹ്റൈനിലായിരുന്നു, ഇപ്പോഴുമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ദൈവദാസൻ. ഞാൻ പറഞ്ഞു വരുന്നത് 3 പേരും ഹിന്ദുക്കളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഈ ഒരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ പറയുവാൻ സാധിക്കുമോ? നമ്മൾ ഒരു പക്ഷേ വിഗ്രഹങ്ങളില്ലായിരിക്കും നമ്മുടെയൊക്കെ മുമ്പിൽ. നമ്മൾ ഒരു പക്ഷെ കൃഷ്ണനെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ രാമനെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ സീതയെ അറിയത്തില്ല, നമുക്കെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ വിഗ്രഹങ്ങൾ എന്താണ്? ആളുകൾ അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റം കണ്ടു. അവർ പഴയ ജീവിതം വിട്ട് സത്യദൈവത്തെ സേവിക്കാൻ തുടങ്ങി. ഈ ഹിന്ദുക്കളെ വീട് വിട്ടു. അവർ വിഗ്രഹങ്ങളെ ത്യജിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലൊക്കെ വളരെ അധികം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ദേവദാസന്മാരുണ്ട്. ഇന്ന് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാ, ബോംബെയിലൊക്കെ പുതിയ നിയമം വന്നിട്ടുണ്ട്. ഈ നിയമം എങ്ങനെയാണെന്നറിയാമോ? ഒരു സാക്ഷ്യം പോലും, നമ്മളൊരു കഥ പോലും യേശുവിനെ കുറിച്ച് പറയാൻ പാടില്ല. വളരെ കഷ്ടപ്പെട്ട ഒരു കാലമാണ്, വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, സത്യദൈവത്തെ സേവിക്കുവാൻ നമ്മൾക്കൊന്ന് ഇറങ്ങിത്തിരിക്കുവാൻ സാധിക്കുമോ? എത്രയോ ക്രിസ്ത്യാനി സഭകളിൽ ഇന്ന് ബിംബങ്ങളുണ്ട്. ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ പ്രതിമയും വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പുണ്യാളന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കത്തോലിക്ക സഭകള്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു മനുഷ്യൻ ഒരു കുടുംബം വിട്ട് വിഗ്രഹങ്ങളെ ത്യജിച്ച് ഇറങ്ങുവാൻ സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് സത്യദൈവത്തെ അനുഗമിക്കുവാനും സേവിക്കുവാനും ഇറങ്ങുവാൻ സാധിക്കുന്നില്ല? എത്രയോ കുടുംബത്തിലാണ് സ്നാനത്തിന്റെ പേരും പറഞ്ഞ് എത്ര വ്യക്തികളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളത്. വിഗ്രഹങ്ങൾ അതാണ്. നമ്മുടെ സഭ ഒരു വിഗ്രഹമായി. അതൊക്കെ ഒരു ഐഡൽ വർഷിപ്പാ.
വേദപുസ്തകം കാണിച്ചു കൊടുത്താലും നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നില്ല, മനസ്സിലാകുന്നവരില്ല. ഒരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: തിരുമേനി പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ വ്യക്തി സ്നാനമെടുക്കുന്നത്. ഇന്ന് നമ്മൾ തിരുമേനി പറഞ്ഞാലാണോ ഞാൻ കേൾക്കുന്നത്, അതോ വചനം പറഞ്ഞിട്ടാണോ ഞാൻ കേൾക്കുന്നത്? ഈ വ്യക്തികൾ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. യേശുവിൻ്റെ മടങ്ങി വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരായിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകണം. പഴയ ജീവിതം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ലോകം അത് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണം. സ്നേഹത്തിൽ നമ്മൾ സേവിക്കണം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു അടയാളമാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം. ആവശ്യമുള്ള ഒരാളെ സഹായിക്കാൻ വളരെ ഈസിയാകട്ടോ. എത്ര വേണമെങ്കിലും സമയം കൊടുക്കാം. പക്ഷേ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളോടൊപ്പം സമയം ചെലവാക്കുവാൻ നമുക്ക് സാധിക്കണം. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 1 പത്രോസിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ഏത് ഭാവം? ക്രിസ്തുവിന്റെ ഭാവം. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതിയെന്നേ. കുറെ കാലം അതൊക്കെ ചെയ്തു, നടന്നു, പോട്ടെ, കഴിഞ്ഞു. പഴയ ജീവിതം വിട്ട് ഇനി ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ജീവിക്കണമെന്നാണ് പൗലോസ് പറയുന്നതും പത്രോസ് പറയുന്നതും. പ്രയാസമാണ്, പക്ഷേ ഞാൻ യേശുവിന് വേണ്ടി പോകാൻ പോകുകയാണ്. I have decided to follow Jesus. No turning back. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. അതാണ് ഈ തെസലോനിക്ക സഭയുടെ വലിയൊരു കാര്യം. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഭയല്ല, ജീവിക്കുന്ന ഒരു സഭ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സഭ, ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്യുന്ന ഒരു സഭ, ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കുന്ന ഒരു സഭ, വിഗ്രഹങ്ങളെ വരെ എടുത്തു മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന സഭ. ഈ സഭയാണോ നമ്മുടെ? അല്ല എങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ആ സഭയായി മാറുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.